അടുത്തതായി പോളിനേഷൻ ബൈ വിൻഡ്. വിൻഡ് വഴി എങ്ങനെയാണ് പോളിനേഷൻ നടക്കുന്നത്? വിൻഡ് എന്ന് പറയുന്നത് ഒരു അബയോട്ടിക് ഏജൻ്റാണ്. വിൻഡ് മാത്രമല്ല, വാട്ടറിലൂടെയും പോളിനേഷൻ നടക്കാറുണ്ട്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് വിൻഡിലൂടെ എങ്ങനെയാണ് പോളിനേഷൻ നടക്കുന്നത്. വിൻഡിലൂടെ പോളിനേഷൻ നടക്കുന്നത് കൂടുതൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന അബയോട്ടിക് ആയിട്ടുള്ള പോളിനേറ്റിംഗ് ഏജൻ്റാണ് വിൻഡ്. അതും ജനറലി നമുക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഗ്രാസസിലാണ് വിൻഡ് പോളിനേഷൻ കൂടുതലായിട്ട് കാണുന്നത്. സോ ഏറ്റവും കോമൺ ആയിട്ടുള്ള അബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻ്റാണ്, അത് ഗ്രാസസിലാണ് കൂടുതലായിട്ട് വിൻഡ് വഴി പോളിനേഷൻ നമുക്ക് കാണുന്നത്. അപ്പോൾ വിൻഡ് വഴി പോളിനേഷൻ നടക്കണമെങ്കിൽ ആ ഫ്ലവറിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ആ ഫീച്ചേഴ്സ് നോക്കാം. ആദ്യമായി അതിൻ്റെ പോളൻ ഗ്രെയിൻസിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. വിൻഡ് വഴി നടക്കുന്ന പോളിനേഷനുള്ള ഫ്ലവറുകളുടെ പോളൻ ഗ്രെയിൻസ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, ഭയങ്കര ഹെവി ആവാൻ പാടില്ല, ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, അതുപോലെ നോൺ സ്റ്റിക്കി ആയിരിക്കണം. സോ പോളൻ ഗ്രെയിൻസ് ലൈറ്റ് ആയിരിക്കണം, നോൺ സ്റ്റിക്കി ആയിരിക്കണം. എന്നാൽ മാത്രമേ വിൻഡ് കറൻറ്റിലൂടെ ഈസിലി അത് ട്രാൻസ്പോർട്ട് ചെയ്ത് സ്റ്റിഗ്മയിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ ആദ്യത്തെ കണ്ടീഷൻ പോളൻ ഗ്രെയിൻസ് ലൈറ്റ് ആയിരിക്കണം, നോൺ സ്റ്റിക്കി ആയിരിക്കണം, സോ ദാറ്റ് ഈസിലി ട്രാൻസ്പോർട്ടഡ് ബൈ ദ വിൻഡ് കറൻറ്റ്. രണ്ടാമത്തേത് അതിൻ്റെ സ്റ്റേമെൻസ് വെൽ എക്സ്പോസ്ഡ് ആയിരിക്കണം, ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റാം, ക്ലിയർ ആയിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റേമെൻസ് ആയിരിക്കണം അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ സ്റ്റേമെൻസിലെ പോളൻ ഗ്രെയിൻസിനെ ഈസിലി വിൻഡ് കറൻറ്റിനെ ഡിസ്പേഴ്സ് ചെയ്യാൻ എളുപ്പമാണ്. സോ എക്സ്പോസ്ഡ് സ്റ്റേമെൻസ് ആണെങ്കിൽ ഈസിലി ഡിസ്പേഴ്സ്ഡ് ബൈ ദ വിൻഡ് ആയിരിക്കും. മൂന്നാമത്തേത് അതിൻ്റെ ഫെദറി സ്റ്റിഗ്മ ആയിരിക്കും. അങ്ങനത്തെ ഫ്ലവേഴ്സിൻ്റെ സ്റ്റിഗ്മ ഫെദറി ആയിരിക്കും. അപ്പോൾ ഫെദറി സ്റ്റിഗ്മ ആണെങ്കിലുള്ള പ്രത്യേകത ഈ എയർബോൺ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസിൽ ഈസിലി ട്രാപ്പ് ചെയ്ത് പിടിക്കാനായിട്ട് ഈ ഫെദറി സ്റ്റിഗ്മയ്ക്ക് പറ്റും. സോ ഫെദറി സ്റ്റിഗ്മയാണെങ്കിൽ ഈസിലി ട്രാപ്പ് ചെയ്യാൻ പറ്റും ആരെ? പോളൻ ഗ്രെയിൻസിൽ. വിൻഡ് കറൻറ്റിലൂടെ വരുന്ന പോളൻ ഗ്രെയിൻസിനെ ട്രാപ്പ് ചെയ്യാൻ ഫെദറി സ്റ്റിഗ്മയ്ക്ക് എളുപ്പമാണ്. അടുത്തതായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഓവറിയുടെ ഉള്ളിലെ ഓവ്യൂൾ ഒരു ഓവറിയിൽ ഒരു ഓവ്യൂളേ പാടുള്ളൂ, സിംഗിൾ ഓവ്യൂള് ഇൻ ഈച്ച് ഓവറേ പാടുള്ളൂ. അതുപോലെ തന്നെ ഇനി ഒരുപാട് ഫ്ലവർ ഉണ്ടെങ്കിൽ ആ ന്യൂമറസ് ഫ്ലവേഴ്സൊക്കെ പാക്ക്ഡ് ആയിട്ട് ഒരു ഇൻഫ്ലോറസൻസ് ഫോമിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ന്യൂമറസ് ഫ്ലവേഴ്സ് പാക്ക്ഡ് ഇൻ ദ ഫോം ഓഫ് ഇൻഫ്ലോറസൻസ്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. ന്യൂമറസ് ഫ്ലവേഴ്സ് പാക്ക്ഡ് ആയിട്ടുള്ള ഇൻഫ്ലോറസൻസിൻ്റെ എക്സാമ്പിളാണ് കോൺകോബ്. ഒന്നുകൂടി പറയാം, പോളൻ ഗ്രെയിൻസ് ലൈറ്റ് ആയിരിക്കണം, നോൺ സ്റ്റിക്കി ആയിരിക്കണം, ഈസിലി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും വിൻഡ് കറൻറ്റിലൂടെ. വെൽ എക്സ്പോസ്ഡ് സ്റ്റേമെൻസ് ആണെങ്കിൽ പോളൻ ഗ്രെയിൻസിന് ഈസിലി ഡിസ്പേഴ്സ് ചെയ്യാനായിട്ട് സഹായിക്കും. ഫെദറി സ്റ്റിഗ്മ ആണെങ്കിൽ പോളൻ ഗ്രെയിൻസിനെ ഈസിലി ട്രാപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. സിംഗിൾ ഓവ്യൂൾ ഇൻ ഈച്ച് ഓവറി ആയിരിക്കും. അതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇൻഫ്ലോറസൻസ് പോലെ പാക്ക്ഡ് ആയിരിക്കും. എക്സാമ്പിളാണ് കോൺകോബ് എന്ന് പറയുന്നത് നമ്മുടെ മെയ്സ്, ധാന്യക്കതിർ എന്ന് പറയും, ചോളം നമ്മൾ കഴിക്കുന്നത് ആ മെയ്സ്, ധാന്യക്കതിർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ കോൺകോബിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ മെയിൽ ഫ്ലവറുകളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതിന് മെയിൽ ഫ്ലവർ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലോറസൻസിനെ നമ്മൾ ടാസൽസ് എന്നാണ് പറയുക. TASSELS, ടാസൽസ് എന്നാണ് അതിൻ്റെ പേര്. മെയിൽ ഇൻഫ്ലോറസൻസ് അല്ലെങ്കിൽ ആ മെയിൽ ഫ്ലവർ ടാസൽസ് ഫോമിലാണ്. അതുപോലെ ഫീമെയിൽ ഫ്ലവറും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി അടുത്തതായിട്ട് ഈ ടാസൽസിൻ്റെ അല്ലെങ്കിൽ വിൻഡ് പോളിനേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് നോക്കാം. വിൻഡ് പോളിനേഷൻ്റെ പിക്ചർ ഇതാണ്. ഒരു വിൻഡ് പോളിനേറ്റഡ് പ്ലാന്റിൻ്റെ പിക്ചർ. അതിൽ നമുക്ക് ടാസൽസ് കാണാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലോറസൻസ് ആണ്. അതുപോലെ സ്റ്റേമെൻസ് ഒക്കെ വെൽ എക്സ്പോസ്ഡ് സ്റ്റേമെൻസ് ആണ്. അതുപോലെ ഫ്ലവേഴ്സൊക്കെ കോമ്പാക്റ്റ് ഇൻഫ്ലോറസൻസ്. അതിന് എല്ലാതൊരു പിക്ചറാണ് ഈ കാണിച്ചേക്കുന്നത്. സോ ഈസിലി പോളൻ ഗ്രെയിൻസിനെ ഡിസ്പേഴ്സ് ചെയ്യാനും സ്റ്റിഗ്മയ്ക്ക് ഈസിലി പോളൻ ഗ്രെയിൻസിനെ ട്രാപ്പ് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു കോമ്പാക്റ്റ് ഇൻഫ്ലോറസൻസ് ആണ് ഇതുപോലെയുള്ള വിൻഡ് പോളിനേറ്റഡ് പ്ലാന്റുകളുടെ പ്രത്യേകത.